ഇങ്ങനൊരു അടപ്രഥമൻ നമുക്ക് ഇന്നുണ്ടാക്കാം. അതിനായിട്ട് റൈസ് അട, കരിപ്പട്ടി അല്ലെങ്കിൽ ജാഗറി, 3 തേങ്ങ ചിരകിയത്, സാബുദന അതായത് ചൗവരി, പിന്നെ പശുവിൻ പാല്. ഇതിൽ പറഞ്ഞ പ്രകാരം എല്ലാം എടുക്കണം. അതുപോലെ ഷുഗർ, ചുക്ക്, പിന്നെ ജീരകം, ഏലക്ക, ഇത്രയും ഒന്നിച്ച് മിക്സിയിൽ പൗഡർ ചെയ്യണം. ഷുഗർ അടിയിലിടണം മിക്സിയുടെ, എന്നാൽ ഇതിൻ്റെ മേളിലോട്ട് ഇതെല്ലാം ഇടുമ്പം നന്നായി പൊടിഞ്ഞ് കിട്ടും. കുഞ്ഞ് ജാറിനകത്ത് ചെയ്താൽ മതി മിക്സിയുടെ. അതുപോലെ ഗീ, പിന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, ഇത്രയും നമുക്ക് ലാസ്റ്റിൽ വറുത്തിടാൻ വേണ്ടിയിട്ടാണ്. ഇത്രയും എടുത്ത് വച്ചതിന് ശേഷം അട വേകാൻ പരുവത്തിനൊരു പാത്രത്തിലേക്കിട്ട് കഴുകി അടയ്ക്കകത്തോട്ട് 1 ലിറ്റർ വെള്ളമോളം ഒഴിച്ചേച്ച് സ്റ്റൗവിൽ വേകാൻ വയ്ക്കുക. അട നല്ല രീതിയിൽ വെന്തെടുക്കണം, അതിന് വേണ്ടിയിട്ടാണ്. തേങ്ങയുടെ പണി ഇടയ്ക്ക് നമുക്ക് ചെയ്യണം. ചവ്വരി നന്നായി കഴുകി കുക്കറിലിട്ട് 1/2 ലിറ്റർ വെള്ളം ഒഴിച്ച് ഫസ്റ്റ് വിസിൽ വരുമ്പം അത് പിന്നെ സിമ്മിലിട്ട് 1 വിസിലിടുക. അങ്ങനെ 2 വിസിലടുപ്പിച്ച് വേവിച്ചെടുക്കുക. അട നമ്മുടെ വെന്ത് കഴിഞ്ഞു. ഇതിനി നമുക്ക് ഊറ്റാം. അടുത്തത് ജാഗറി, കരിപ്പട്ടി. അത് ഞാൻ തല്ലി പൊട്ടിച്ച് 1 ലിറ്റർ വെള്ളം ഒഴിച്ച് സ്റ്റൗവിൽ വെച്ചിരുന്ന് ഉരുക്കിയെടുത്തു. അതിനി നമ്മൾ ഊറ്റി നമുക്ക് അടപ്രഥമൻ ഉണ്ടാക്കാനുള്ള പാത്രത്തിലേക്ക് ഒഴിച്ച് സ്റ്റൗവിൽ ഓൺ ചെയ്ത് വെച്ച് അതിലേക്ക് അട നമ്മൾ കഴുകി വരണം എന്ന് പറഞ്ഞാൽ 2-3 കഴുകണം. അത് ആ വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് തണുത്ത വെള്ളം ഒഴിച്ച് കഴുകി വാരി ഈ നമ്മുടെ ജാഗറി വെള്ളമില്ലയോ, കരിപ്പട്ടി വെള്ളം, അതിലേക്ക് ഇടുക. സ്റ്റൗ ഓൺ ചെയ്ത് വെച്ചിരിക്കുവാണേ. അതിലേക്ക് എല്ലാം വാരിയിട്ടിട്ട് നല്ലതായിട്ട് ഇളക്കി കൊടുക്കണം. ഇനി ഈ അടയുടെ കൂടെ തന്നെ നമുക്ക് ചവ്വരിയും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. രണ്ടും നന്നായിട്ട് മിക്സാക്കി നല്ല പോലെ ഈ കരിപ്പട്ടി വെള്ളത്തിൽ മിക്സാക്കി വെച്ച് ഒരിച്ചിരി പറ്റുന്ന സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം, തേങ്ങാപ്പാൽ എടുക്കണം. തേങ്ങാപ്പാൽ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാമോ, വെള്ളം ഒട്ടും ഒഴിക്കാതെ അത് ഞെരടി പിഴിഞ്ഞ് ഒരു അരിപ്പ വെച്ച് ഊറ്റി ഒരു പാത്രത്തിൽ ഒഴിച്ച് അടച്ച് മാറ്റി വയ്ക്കുക. അത് 1-ാം പാലാണ്. ഇനി അടുത്ത 2-ാം പാലുണ്ടാക്കുന്നത് വീണ്ടും അതിനകത്തോട്ട് 1/2 ലിറ്റർ വെള്ളം ആ തേങ്ങയിലോട്ട് തന്നെ ഒഴിച്ച് നല്ല രീതിയിൽ ഞെരടി പിഴിഞ്ഞെടുക്കുക. അതും ഇതുപോലെ അരിപ്പയിൽ ഊറ്റി വെച്ച് വേറൊരു പാത്രത്തിൽ വയ്ക്കുക, അടച്ചു വയ്ക്കുക. അത് 2-ാം പാല്. അടുത്തത് തേർഡ് എന്ന് പറയുന്നത് അതിനകത്ത് 1/2 ലിറ്റർ വെള്ളം ഒഴിച്ച് മിക്സിയിൽ ഒന്നരച്ചേച്ച് നല്ല രീതിയിൽ പിഴിഞ്ഞ് ഇതുപോലെ അരിപ്പയിൽ ഊറ്റിയേച്ച് എന്ത് ചെയ്യണം, ഈ തേർഡ് മിൽക്ക് വേണം നമ്മൾ ആദ്യമേ ഈ അടയ്ക്കകത്ത് കരിപ്പട്ടി വെള്ളത്തിലോട്ട് ഒഴിക്കാൻ. അപ്പം നമ്മളത് ആദ്യമേ ആ വെള്ളം ഒഴിക്കാം. തേർഡാണ് ഈ ഒഴിക്കുന്നത്. ഒഴിച്ച് നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. ഈ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പം നന്നായിട്ട് ഇളക്കിയിട്ട് ഇനി നമ്മൾ ഒഴിക്കാൻ പോകുന്നത് 2ാമത് എടുത്ത പാല്, സെക്കൻഡ് മിൽക്കാണ്. ഫസ്റ്റ് മിൽക്ക് നമ്മൾ ഏറ്റവും ഒടുവിൽ ഒഴിക്കത്തുള്ളൂ. അത് ഒഴിച്ചു കഴിഞ്ഞാൽ ഇങ്ങോട്ട് ഒത്തിരി തിളപ്പിക്കത്തൊന്നുമില്ല. നന്നായി നമ്മൾ ഇളക്കി കൊടുക്കുക. വീണ്ടും അതുപോലെ പറ്റണം. മുമ്പേ പറ്റിയെന്ന് പറഞ്ഞാൽ നമ്മൾ ഒഴിച്ചതിൽ 1/4 ഭാഗം നിന്നിട്ട് ബാക്കി 1/4 ഭാഗത്തിൽ കൂടുതൽ പറ്റി കഴിയുമ്പോൾ, അരഭാഗമൊന്നും വേണ്ട, 1/4 ഭാഗത്തിൽ കൂടുതലാകുമ്പോഴാണ് നമ്മൾ ഫസ്റ്റ് തേങ്ങാപ്പാൽ ഒഴിച്ചത്. തേർഡ് മിൽക്കാണ് ആദ്യം ഒഴിച്ചത്. അപ്പോൾ ആ മിൽക്ക് ഒഴിച്ചു. അതിന് ശേഷം നന്നായി നമ്മൾ ഇളക്കി കൊടുത്തോണ്ടേയിരിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തോണ്ടേയിരിക്കണം. സൈഡിലൊക്കെ പോയി പിടിക്കുന്നുണ്ട്, അടി പിടിക്കരുത്, അട ഒട്ടിക്കിടക്കരുത്, അങ്ങനെയൊക്കെ ഉണ്ട്. അത് നമ്മൾ അട കഴുകുന്ന സമയത്ത് തന്നെ അത് ഒട്ടിപ്പിടിക്കാതെ നല്ല രീതിയിൽ കഴുകിയെടുക്കുകയും ചെയ്യണം. അടയ്ക്കകത്ത് അതുകൊണ്ടാണ് ശരിക്കും വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിക്കുന്നത്, അങ്ങനെ ഒട്ടിപ്പിടിക്കാതിരിക്കാനൊക്കെയാണ്. ഇനി നമുക്ക് സെക്കൻഡ് മിൽക്ക് ഒഴിക്കണം. തേങ്ങാപ്പാൽ 2ാമത് പിഴിഞ്ഞ് വെച്ചില്ലേ, അതിനി എടുത്ത് നമുക്ക് ഒഴിക്കാം. സെക്കൻഡ് മിൽക്ക് ഒഴിച്ചു. നന്നായിട്ട് ഇനി ഇളക്കി കൊടുക്കുക. നല്ല പോലെ ഇളക്കി വീണ്ടും അതുപോലെ. ഞാനിത് ഇച്ചിരി സ്പീഡ് കൂട്ടി, അല്ലെങ്കിൽ ഇതൊരു 2 മണിക്കൂറിൽ കൂടുതൽ പോയി വീഡിയോ, അതുകൊണ്ടാണ് സ്പീഡ് കൂട്ടിയത്. അങ്ങനെ ഇനി ഇതൊന്ന് പറ്റി വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഇത് പശുവിൻ പാല് കവർ പാലാണ് വാങ്ങിച്ച് വെച്ചേക്കുന്നത്. 2 എണ്ണം വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. അത് 1/2 ലിറ്ററിൻ്റെ 2 പാക്കറ്റ്. അതായത് 1 ലിറ്റർ പശുവിൻ പാല് ഇനി ചേർക്കാൻ പോകുന്നത്. ഇത് കുറച്ചുകൂടെ ഒന്ന് പറ്റിയതിന് ശേഷം പശുവിൻ പാല് ചേർക്കാം. ഏകദേശം ആയിട്ടുണ്ട്. നമുക്കിനി പതിയെ പശുവിൻ പാല് ചേർക്കാൻ നോക്കാമേ. ഈ പശുവിൻ പാല് 2 കവറാണ് ഞാൻ ചേർക്കുന്നത്. ആദ്യത്തെ 1 കവറായി. ഒന്ന് ഇളക്കി കൊടുത്തേച്ച് ഇനി ഒന്നുകൂടെ 1 കവർ പാലുകൂടെ ചേർക്കണം. നന്നായിട്ടൊന്ന് ഇളക്കി വെച്ച് ഇനി ഞാൻ 2ാമത്തെ കവർ ചേർക്കുവാണേ. ഇത് നന്നായിട്ട് ഇളക്കി വെച്ച് ഇനി അതുപോലെ ഇതിൻ്റെ 1/4 ഭാഗമാകണം, അത്രയും 1/4 ഭാഗത്തോളം പറ്റി കിട്ടണം. അങ്ങനെ പറ്റുന്നത് വരെ നമുക്കിനി ഇട്ട് തിളപ്പിക്കണം.
ഇതെല്ലാം ഞാൻ സ്പീഡാക്കിയത് കൊണ്ടാണ് പെട്ടെന്നാവുന്നത്. അല്ലെങ്കിൽ 2 മണിക്കൂർ കുറയാതെ വേണം ഇത് ഉണ്ടാക്കി കഴിയാൻ. അപ്പോൾ 2 മണിക്കൂർ വീഡിയോ എല്ലാവർക്കും ബോറടിക്കത്തില്ലേ? അതുകൊണ്ട് കുറച്ച് സ്പീഡാക്കി, എത്രയേ ഉള്ളൂ. തവിയൊക്കെ സ്പീഡ് പോകുന്ന കണ്ടോ? അങ്ങനെ അത് നന്നായിട്ട് ഇളക്കി കൊടുത്ത് നല്ല പോലെ എല്ലാം കരിപ്പെട്ടി, പാൽ എല്ലാം പിടിച്ചു. ഇനി നമുക്ക് ലാസ്റ്റ് മിൽക്ക്, അതായത് ലാസ്റ്റ് മിൽക്കല്ല, നമ്മൾ തേങ്ങാപ്പാൽ പിഴിഞ്ഞ് വെച്ചേക്കുന്നതിൻ്റെ ഫസ്റ്റ് മിൽക്കാണ് ഇനി ഒഴിക്കുന്നത് നമ്മൾ. അത് ഒഴിക്കുന്ന സമയം നമ്മൾ എന്ത് ചെയ്യും? കാഷ്യൂ, കിസ്മിസ് എല്ലാം നെയ്യിൽ വറുത്ത് വയ്ക്കും. അതുമാത്രമല്ല ഷുഗർ, ചുക്ക്, ജീരകം, ഏലക്ക ഇതെല്ലാം ചേർത്ത് മിക്സിയിലൊന്ന് പൗഡർ ചെയ്തും വയ്ക്കണം ആ സമയം തന്നെ. ഇനി നമ്മൾ ലാസ്റ്റ് മിൽക്ക് ഒഴിക്കുവാണേ. ലാസ്റ്റ് മിൽക്ക് ഒഴിച്ചു. ലാസ്റ്റ് മിൽക്ക് എന്ന് പറഞ്ഞാൽ ആദ്യം എടുത്ത തേങ്ങാപ്പാലാണ് ഈ ഒഴിച്ചത്. ഇതാ ഏറ്റവും ഇതിന് ടേസ്റ്റ് കൊടുക്കുന്ന സാധനം. ഇതിനെ നമ്മൾ നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ട് കാഷ്യൂ, കിസ്മിസ് ഇടാൻ പോവുകയാണ്. ഇനി അടുത്തത് വറുത്തു കാഷ്യൂ, കിസ്മിസ് നെയ്യിൽ പറഞ്ഞിരുന്ന പോലെ ചെയ്തു. അത് കഴിഞ്ഞ് മിക്സിയിലെ ജാറിൽ പൊടിച്ചു വെച്ചത്, കുഞ്ഞ് മിക്സി ജാറില്ലേ, കുഞ്ഞ് ജാറിൽ പൊടിച്ചു വെച്ചത് ഇളക്കി സ്റ്റൗ ഓഫ് ചെയ്ത് ഇത് അടച്ച് വയ്ക്കാം. ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് തുറക്കാം. ദാണ്ടേ പ്രഥമൻ റെഡിയായി. എങ്ങനെയുണ്ട്? കാണാൻ തന്നെ സൂപ്പർ അല്ലേ?